Make every wedding unforgettable with Joya Lucas Diamond Wedding Collection. Joya Lucas, world's favorite jeweler. മംഗോളിയ പോയപ്പോൾ ഒരു കുട്ടി മെസ്സേജ് അയച്ചു, അങ്ങനെ അവൻ്റെ വീട്ടിൽ പോയി. റഷ്യ പോയ റഷ്യക്കാർ മെസ്സേജ് അയച്ചു, അവരുടെ വീട്ടിലേക്ക് പോയി. ചൈന പോയപ്പോൾ ചൈനക്കാർ മെസ്സേജ്, അങ്ങനെ അനക്കൊന്നും നൗഷാദ് ഉമ്മയും ഇല്ലാണ്ട് ശരിക്കും പറഞ്ഞാൽ എൻ്റെ യാത്രകളൊന്നുമില്ല. പിന്നെ ആ ചോദ്യത്തിന് ഉത്തരം എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ എൻ്റെ മക്കൾക്ക് ഇത് മനസ്സിലാക്കേണ്ട മെന്റാലിറ്റി എത്തിയിട്ടില്ല. എൻ്റെ +2 പഠിക്കുന്ന ഓനിക്ക് ഒരു ഉമ്മ ഇങ്ങനെ യാത്ര ചെയ്യുന്ന ആളാണ്. അതുപോലെ ഈ സൗദിയിലെ ഒരു ദുർറ ബോർഡർ ജോർദാനിലേക്ക് പോകുന്ന റോഡുണ്ട്. ആ റോഡ് പക്ക ലേ ലഡാക്ക് റോഡാണ്. കാശ്മീർ പോലെയാണ് ഈ പറയുന്ന ഇറാൻ്റെ വേറൊരു ഭാഗങ്ങൾ. അങ്ങനെ നമ്മൾ ഇന്ത്യ തന്നെയാണ് ഈ പോയ എല്ലാ രാജ്യത്തും. ഞാൻ ഏതെങ്കിലും മലൻ്റെ മുകളിൽ തുർക്കിയിലുള്ള കുറേ മൗണ്ടൻസിൻ്റെ മുകളിൽ പോയിട്ട് ടെൻറ്റ് തുറന്നിട്ട് ഇങ്ങനെ ഇരിക്കും. അന്നേരം ഞാൻ ഈ പറഞ്ഞ സാധനങ്ങൾ എൻ്റെ കൂടെ ഇങ്ങനെ വരും. അപ്പം നമ്മൾ വേറെ ലോകത്തായിരിക്കും. ഒരു 5 പൈസ ഇല്ലാണ്ട് ഒരു 500 റുപ്യ എടുത്തിട്ട് എൻ്റെ താറ് ഞാൻ ബുക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇന്ത്യ നിങ്ങൾ ഫസ്റ്റ് മുഴുവനും പോയിട്ടില്ലെങ്കിൽ അതാണ് ഏറ്റവും വലിയ ഓപ്ഷൻ. രണ്ടാമത് ഒരു മനുഷ്യൻ എങ്ങനെ ആവണം എന്നുള്ളത് യാത്രയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ എല്ലാത്തിലും ഇറങ്ങി ചുരുങ്ങി നമ്മൾ ചുരുങ്ങി അവസാനം ഇപ്പൊ ഒന്നുമില്ല. നമ്മളെ സുഖപ്പെടുത്താൻ നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇപ്പൊ നമുക്ക് എന്ത് പ്രശ്നം വന്നാലും അത് നമ്മളിലേക്ക് ഇരുന്ന് കഴിഞ്ഞാൽ മാത്രമേ അതിനൊരു എന്താ പറയുക ഒരു പരിഹാരം. അല്ലാണ്ട് ഇൻസ്റ്റാഗ്രാമിൽ 1.2 മില്യൺ സബ്സ്ക്രൈബേഴ്സോളം ആണ്. ഇൻസ്റ്റാഗ്രാമിൽ നമുക്ക് 1 മിനിറ്റ് വീഡിയോ മതി. യൂട്യൂബിൽ നമ്മൾ ഈ ആൾക്കാരെ പിടിച്ചിരുത്തുന്ന സാധനം നമുക്ക് ഇടാൻ പറ്റില്ല. ഗൈസ് ഞാൻ പെട്ടു, എൻ്റെ ടയർ പൊട്ടി, ഞാനിവിടെ എങ്ങനെയായി, അങ്ങനെ തമ്പനയിൽ വെച്ച് ആൾക്കാരെ കൊണ്ടുവരണം. നമുക്ക് പറ്റിക്കാൻ അറിയില്ല. അതുകൊണ്ട് 1.2 മില്യൺ ഫോളോവേഴ്സ് ആയത് എങ്ങനെയാണ്? അത് ഇൻസ്റ്റാഗ്രാമിൽ കാണുന്ന ആൾക്കാർക്ക് ഈ യാത്ര ഇഷ്ടപ്പെടുന്ന ആൾക്കാർ, ഞാൻ യൂട്യൂബിലെ ആൾക്കാർ യാത്ര ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഈച്ചയ്ക്ക് നോമയുടെ മൈൻഡ് ഭയങ്കര വ്യൂ വേണ്ടതാണ്. ഓനെപ്പോലെ യാത്ര ചെയ്യുന്ന ഒരാളും ലോകത്തില്ല. പക്ഷെ ആൾക്കാർക്ക് വേണ്ട. മലയാളികൾ എന്നല്ല, പൊതുവെ യാത്രകൾ കാണുന്ന ആൾക്കാർ, സീരിയസ് ആയിട്ട് കാണുന്ന ആൾക്കാർ കുറവാണ്. പിന്നെ ഈ 30 മിനിറ്റ് ഒന്നും ആർക്ക് സമയമില്ല. ഈ 1 മിനിറ്റ് തന്നെ അവർക്ക് ഒരു യുഗം കണ്ട ഒരു ഫീൽ നമുക്ക് ഒരു റീല് കൊടുക്കാൻ പറ്റും. അതുകൊണ്ടാണ് ആൾക്കാർ അത് കാണുന്നത്. പിന്നെ എൻ്റെ ഈ ഫോളോവേഴ്സിന്റെ നമ്പേഴ്സ് ഒന്നും ബാധിക്കാറില്ലേ നാജിനെ? ഞാൻ ഇതോടെ എടുത്ത് വെക്കുന്ന രാവിലെ മുതൽ രാത്രി 24 hours ഡ്രൈവ് ചെയ്യുമ്പോൾ ഇടയ്ക്ക് വരുന്ന കോളുകൾ എടുക്കാൻ വേണ്ടി, പിന്നെ വീഡിയോസ് എടുക്കാൻ വേണ്ടി ഞാൻ ഫോൺ ഉപയോഗിക്കുള്ളൂ. പിന്നെ ചിലപ്പോൾ മെസ്സേജ് കാണുകയാണെങ്കിൽ റിപ്ലൈ കൊടുക്കും, അത്രയാണ്. പിന്നെ എൻ്റെ ഫോളോവേഴ്സും വ്യൂവേഴ്സ് എന്ന് വെച്ചാൽ മലയാളികൾ മാത്രമല്ല, ഇന്ത്യയിൽ മൊത്തം മഹീന്ദ്ര ആയതുകൊണ്ട് ഇന്ത്യയിൽ മൊത്തം ആളുകൾ എൻ്റെ വീഡിയോസ് കാണുന്നുണ്ട്. പിന്നെ ഞാൻ ഈ പോയ ഓരോ രാജ്യത്തെയും ആൾക്കാർ, അങ്ങനെയാണ് വീട്ടിൽ താമസിക്കുന്നത്. മംഗോളിയ പോയപ്പോൾ ഒരു കുട്ടി മെസ്സേജ് അയച്ചു, അങ്ങനെ അവൻ്റെ വീട്ടിൽ പോയി. റഷ്യ പോയ റഷ്യക്കാർ മെസ്സേജ് അയച്ചു, അവരുടെ വീട്ടിലേക്ക് പോയി. ചൈന പോയപ്പോൾ ചൈനക്കാർ മെസ്സേജ്, അങ്ങനെ ലോകത്തിന്റെ പല കോണിലെ ആൾക്കാർ എന്റെ വീട്ടിലേക്ക് ജീവിതത്തിന്റെ ഒരു ഭാഗമാവും. മൊറോക്കോന്ന് ഇപ്പൊ ആൾക്കാർ വിളിച്ചിട്ടുണ്ട്, കുറെ കുട്ടികള് ഫാമിലി, ലിബിയെന്ന് ആൾക്കാരെ വിളിച്ചിട്ടുണ്ട്, സിറിയെന്ന് മെസ്സേജ് ഉണ്ട്. അപ്പൊ ഞാൻ ആലോചിക്കാം ഇവരെല്ലാം എങ്ങനെ എന്റെ വീഡിയോ കാണുന്നത്. കാരണം ഞാൻ ആദ്യം മലയാളത്തിലായിരുന്നു, ഫിഫ മുതലേ ഇംഗ്ലീഷിലേക്ക് തുടങ്ങിയത്. അപ്പൊ ഈ ട്രിപ്പ് ഒക്കെ പ്ലാൻ ചെയ്യാറുണ്ട് നാജി, അതോ വണ്ടി എടുത്തങ്ങ് പോവുക തന്നെ? അല്ല, എനിക്ക് തോന്നുന്ന ഓരോ ഇത് വരും. അതായത് ഇപ്പൊ ഫിഫ വരാൻ കാരണം ഇന്ത്യൻ ടീം എന്തായാലും ഫിഫയിലില്ല. അപ്പൊ ഒരു ഇന്ത്യൻ മെയ്ഡ് വണ്ടി, ഒരു ഇന്ത്യൻ സ്ത്രീ അതിലേക്ക് പോവാന്നുള്ളതാണ് ഞാൻ ഫിഫക്ക് ഇറങ്ങാൻ കാരണം. ഒരു 5 പൈസ ഇല്ലാണ്ട് ഒരു 500 റുപ്യ എടുത്തിട്ട് എൻ്റെ താറ് ഞാൻ ബുക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത്. പിന്നെയാണ് ഞാൻ കുറെ സ്പോൺസേഴ്സിന്, അതായത് കോൺഫിഡൻസിൽ മാത്രം തുടങ്ങി സ്പോൺസേഴ്സ് വന്നു സപ്പോർട്ട് ചെയ്യാൻ ആള്. അതെല്ലാം കുറച്ചാണ്, എല്ലാവരും മുഴുവൻ എമൗണ്ട് ഒരിക്കലും തരൂല. പക്ഷെ നമ്മൾ ആ ചെറിയ എമൗണ്ട് നമ്മൾ വാങ്ങിക്കും, പിന്നെ നമ്മൾ കണ്ടെത്തും. പിന്നെ എനിക്ക് ഇൻസ്റ്റാഗ്രാം കൊളാബറേഷൻ വഴി അധികവും എൻ്റെ ട്രാവൽ ഫണ്ട് ഞാൻ ഉണ്ടാക്കി. അതിനെനിക്ക് ഭയങ്കര മടിയാ കൊളാബറേഷൻ ചെയ്യാൻ. കാരണം പരസ്യത്തിലല്ലല്ലോ നമ്മളെ ജീവിതം, നമ്മൾ ചെയ്യുന്ന ട്രാവലല്ലേ. അപ്പോൾ ഒരു പരസ്യം ചെയ്താലും മാക്സിമം ഒരു 5 മാസം അതിനെ കൊണ്ട് കടിച്ചു പിടിച്ച് കൊണ്ടുപോകും. അത് ഏറ്റവും കുറക്കാൻ ഫുഡാണ്. പിന്നെ താമസം എനിക്ക് ആവശ്യമില്ല, വണ്ടിൻ്റെ ഉള്ളിലുണ്ട്, ലോക്കൽ വീടുണ്ട്, ടെന്റ് ഉണ്ട്. ഞാൻ ഏതെങ്കിലും മലൻ്റെ മുകളിൽ തുർക്കിയിലുള്ള കുറേ മൗണ്ടൻസിൻ്റെ മുകളിൽ പോയിട്ട് ടെന്റ് തുറന്നിട്ട് ഇങ്ങനെ ഇരിക്കും. അന്നേരം ഞാൻ ഈ പറഞ്ഞ സാധനങ്ങൾ എൻ്റെ കൂടെ ഇങ്ങനെ വരും. അപ്പൊ നമ്മൾ വേറെ ലോകത്തായിരിക്കും. ഒരു കട്ടൻ ചായയും പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ കുറെ ആകാശത്തെ നക്ഷത്രങ്ങളും ഈ കാണുന്ന സാധനങ്ങളും മാത്രമേ ഉണ്ടാവുള്ളൂ. അങ്ങനെല്ലാം കുറെ കട്ടായി പോവും. അതെല്ലാം കൊണ്ടായിരിക്കും ഇപ്പം നമ്മള് എന്താ പറയാ വേറെ ആർക്കും കിട്ടാത്ത കുറെ അനുഭവങ്ങൾ കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കും. ഇപ്പം ഞാൻ ഇതിനായിട്ടും സോളോ ട്രിപ്പ് ചെയ്തിട്ടില്ല. എനിക്ക് ആദ്യമായിട്ട് ഒരു കൺട്രി വിസിറ്റ് ചെയ്യണം. എനിക്ക് പറയൂ നാജി, ഏതായിരിക്കും കൺട്രി റെക്കമെൻഡ് ചെയ്യുക? ഇന്ത്യ നിങ്ങൾ ഫസ്റ്റ് മുഴുവനും പോയിട്ടില്ലെങ്കിൽ അതാണ് ഏറ്റവും വലിയ ഓപ്ഷൻ. രണ്ടാമത് നിങ്ങൾക്ക് ഒരു രാജ്യത്ത് പോകേണ്ട പൈസ മാത്രമേ ഉള്ളൂ എങ്കിൽ ഞാൻ പറയും നിങ്ങൾ ചൈന പോകണം എന്നുള്ളത്. ചൈന എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് 2 കാര്യങ്ങൾ കിട്ടും. ടെക്നോളജിൻ്റെ ഒരു ഭാഗം കിട്ടും, എങ്ങനെ ഒരു ലോകം വേണം എന്നുള്ളത് അടുത്ത കൃഷിക്കാർ നമ്മൾ പഠിപ്പിക്കും. ചൈനയിൽ
നിങ്ങൾ ഏത് ഇപ്പം ചൈനയിൽ ടോളുകൾ വയ്യുന്നതാണ് ഞാൻ അധികം പോയത്. പക്ഷെ ടോൾ ഇല്ലാണ്ട് റോഡുകൾ പോയ സമയത്താണ് പ്രായമായ 150 വയസ്സ് വരെയുള്ള ആൾക്കാർ ഒരു ദിവസം എത്ര ചെടികൾ എത്ര കൃഷികൾ നടുന്നുണ്ട് എന്നുള്ളത് ഒരു ഇത്രയും നാച്ചുറലായിട്ട് ഇങ്ങനെ ബന്ധിപ്പിച്ച് ജീവിക്കുന്ന ഒരാൾക്കാരില്ല. അവരുടെ ജീവിതം മണ്ണാണ്, അവരുടെ ജീവിതം കൃഷിയാണ്. അവർ ഈ ഒരു റൗണ്ട് തൊപ്പിയാണ് അവർ കൃഷി ചെയ്യുമ്പോൾ വെക്കുക. അതും ഭയങ്കര വയസ്സായ ഉമ്മാവന്മാരാണ് ചെയ്യുക. രാവിലെയാണ് ഇവരെ ചോറും കറിയും. ഇവർ ചോറും പച്ചക്കറി അധികം തിന്നുക. രാവിലെ 6 മണിക്ക് ഞാൻ ചോറുന്ന ഒരു രാജ്യമാണെന്നൊന്നും ചൈന ഏത് റെസ്റ്റോറൻറ്റ് പോയാലും അതുപോലെ തന്നെ ഏത് ഹോട്ടലിൽ പോയാലും ബുഫേയിൽ ഇവർ റൈസ് വെക്കും. അതിൻ്റെ കൂടെ കുമിളുണ്ടാവും, പച്ചക്കറികൾ ഉണ്ടാവും, അതിൽ പുഴുങ്ങിയ സാധനം ഇവർ തിന്നുക. ഫ്രൈസും ഓയിലും വളരെ കുറവാണ്. അതവരെ ഫുഡ്. അതുകൊണ്ടാണ് ആടെ ഇത്രയും ചൈനയിൽ അധികവും ഒരു 70% പ്രായമുള്ള ആൾക്കാരാണ് അവരെ ഏറ്റവും ഗ്രോത്ത് എന്ന് പറയുന്നത്. അവിടെ ഇവർ ടീനേജേഴ്സ് കുറവാണ്. ഇപ്പോഴാണ് അവർ കുറേ ഇത് വെച്ചിട്ട് ടീനേഴ്സിന് ഉയർത്താൻ വേണ്ടി കുറേ പരിപാടി ചെയ്യുന്നത്. പക്ഷേ ചൈന ഏറ്റവും കൂടുതലുള്ളത് വയസ്സന്മാരാണ്. പിന്നെ ഇവരെ ഈ മെയിൻ പോസിറ്റീവ് എനർജി പറയുന്നത് ഇവർ കൃഷിയാണ്. ഇവർ എന്ത് വേണമെങ്കിലും ഇവർ നട്ടുണ്ടാക്കും. ഞാൻ ചൈനയിലോട്ട് പോയ സമയം ഞാൻ പെട്ടെന്ന് പഠിച്ചോനെ ഇത് നമ്മൾ പാലക്കാട് ഏതോ മറ്റേ ഈ ഇതിലോട്ട് പോയൊരു അവസ്ഥയാണ്. കാരണം നമ്മൾ നെല്ലുകളാണ് ഏതോ റീലതുണ്ട്. ഞാൻ എന്നിട്ട് പറയും ഈ ദുനിയാവ് എന്ത് അത്ഭുതമാണ്. ശരിക്കും പറയും ലോകമെല്ലാം ഒന്നാ. നമ്മൾ കൺട്രി ഫ്ലാഗ് തിരിച്ചിട്ടേ ഉള്ളൂ. മനുഷ്യന്മാരും ഒന്നാണ്, എത്തിപ്പെടുന്ന സ്ഥലങ്ങളും ഒന്നാണ്. നമുക്കൊരു വ്യത്യസ്തമായി തോന്നിയിട്ടൊന്നുമില്ല. കാരണം തുർക്കിയിലെ പോലെ സെയിം സ്ഥലം ഇറാനിലുണ്ട്, ഇറാനിലെ സെയിം സ്ഥലം ഇന്ത്യയിലുണ്ട്, ഇന്ത്യയിലെ സെയിം സ്ഥലം ചൈനയിലുണ്ട്. ഇത് എവിടെ നോക്കിയാലും എല്ലാം ഒരുപോലെയാണ്. സൗദിയിലെ കുറേ സ്ഥലങ്ങളിൽ ലഡാക്കുണ്ട്. പിന്നെ ഒരു കാര്യം പറയുകയാണെങ്കിൽ ഇന്ത്യ തന്നെയാണ് ഞാൻ പോയ 23 രാജ്യമെന്ന് ഞാനിപ്പോഴും പറയും. കാരണം ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രാജ്യം ഇന്ത്യ തന്നെയാണ്. സത്യമാണ്. കാരണം നമ്മൾ ലഡാക്ക് ഉണ്ടല്ലോ, അത് ചൈന പോയ ലഡാക്ക് സെയിം ആണ്. അതുപോലെ ഈ സൗദിയിലെ ഒരു ദുർറ ബോർഡർ ജോർദാനിലേക്ക് പോകുന്ന റോഡുണ്ട്. ആ റോഡ് പക്ക ലേ ലഡാക്ക് റോഡാണ്. കാശ്മീർ പോലെയാണ് ഈ പറയുന്ന ഇറാന്റെ വേറൊരു ഭാഗങ്ങൾ. അങ്ങനെ നമ്മൾ ഇന്ത്യ തന്നെയാണ് ഈ പോയ എല്ലാ രാജ്യത്തും. കാണാൻ ഏറ്റവും ആഗ്രഹിക്കുന്ന ഒരു സ്ഥലം ഇതിലായിട്ടും രണ്ടാമത് പോകണം നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ അത് ഇറാനാണ്. ഇറാൻ എൻ്റെ കൽബിൽ ഞാൻ എപ്പോഴും എന്താ പറയണ്ടേ എടുത്തു വെക്കുന്ന ഒരു കൂട്ടം ജിന്നുകൾ പോലത്തെ മനുഷ്യന്മാരിലൊരു നാടാണ്. ഏറ്റവും നല്ല ആൾക്കാരാണ് അല്ലേ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെടും. പിന്നെ തുർക്കിയിൽ ഇനി പോവാണെങ്കിൽ കൊനിയൽ തന്നെ ജീവിച്ചു തീർക്കണം എന്നുള്ളൊരു ആഗ്രഹം. കാരണം സൂഫിസം ഏറ്റവും കൂടുതൽ അവിടെ നിന്നാണ് സ്റ്റാർട്ട്. റൂമിൻ്റെ സ്ഥലമാണ് കൊനിയ. അതായത് തെബ്രീസിയും അതുപോലെ തന്നെ റൂമിയും കണ്ടുമുട്ടുന്ന ഒരു ഭാഗം ഇപ്പോഴും ഉണ്ട്. അതിന് പറയുന്നത് 2 കടലുകൾ തമ്മിൽ ചേർന്ന് മുട്ടിയ സ്ഥലം. അതെപ്പോഴും അവിടെ ഒരു തൂലിക വെച്ചിട്ട് ഒരു പുസ്തകം, ഒരു തൂലികയാണ് അതിൻ്റെ ഒരു ഇത്. അതായത് ഇവരാണ് ശരിക്കും ലോകത്തിലേക്ക് ഈ കഥകളെല്ലാം ഇറക്കിക്കൊണ്ടുവരുന്നത്. അപ്പോൾ സൂഫിസം ഈ പറഞ്ഞ യാത്രയിൽ കുറേ എന്നെ സ്വാധീനിച്ചിട്ടുണ്ട്. ചിലപ്പം ഈ പറഞ്ഞ സാധനങ്ങളിൽ എൻ്റെ അടുത്ത് വരാൻ കാരണം അതുകൊണ്ടായിരിക്കും. ഒരു മനുഷ്യൻ എങ്ങനെ ആവണം എന്നുള്ളത് യാത്രയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ എല്ലാത്തിലും ഇറങ്ങി ചുരുങ്ങി നമ്മൾ ചുരുങ്ങി അവസാനം ഇപ്പൊ ഒന്നുമില്ല. ഇപ്പൊ എനിക്ക് ആരെങ്കിലും എന്താണെന്ന് ചോദിച്ചാല് ചിലപ്പോ ചിരിച്ച് ചോദിക്കുമ്പോഴത്തേക്ക് എനിക്ക് അപ്പോഴത്തേക്ക് ഒരു കരച്ചിലും ഇതെല്ലാം വന്ന് ഒരു ഇതുപോലെ ഒരു അവസ്ഥയാവും. നമ്മൾ റിയലിന്റെ മുകളിൽ ഓൾറെഡി ഞാൻ റിയലിന്റെ മുകളിൽ വീണ്ടും നമ്മൾ റിയൽ ആവും. ഇപ്പൊ എല്ലാരും പറയുന്നത് നമ്മൾ ഈ യാത്ര ഇഷ്ടപ്പെടുന്ന ആൾക്കാർ പുച്ഛിച്ച് പറയുന്ന കാര്യമാണ് ഈ റിയാലിറ്റി. അതായത് ജീവിതത്തിൽ നിന്നും ചുമതലകളിൽ നിന്നും ഒക്കെ എസ്കേപ്പ് ചെയ്യാനുള്ള ഒരു റൂട്ടാണ് ഈ യാത്ര എന്ന് പറയുന്നത്. ആ ഒരു റിയാലിറ്റി എന്നുള്ള ഒരു എസ്കേപ്പ് ആണെന്ന്. അത് നമ്മൾ റീൽസിൽ കാണുന്നതല്ല ശരിക്കും പറഞ്ഞ യാത്ര. ഇപ്പം ഒരാൾക്കാർ മൗണ്ടൻസിന്റെ മുകളിൽ ഫോട്ടോ എടുത്ത് ഒരു വീഡിയോ എടുക്കുമ്പം എസ്കേപ്പാണ്. നമ്മളെ മൈൻഡ് ഒന്ന് നമുക്ക് റിഫ്രഷ് ആക്കാൻ ഇവിടെ. പക്ഷേ യാത്ര ചെയ്യുമ്പോൾ വീണ്ടും നമുക്ക് എന്തെല്ലോ ചെയ്യാൻ നമ്മൾ ഭയങ്കരമായിട്ട് യാത്ര ചെയ്യുമ്പോൾ നമ്മൾ എന്താണെന്ന് അറിയോ, നമുക്ക് ഭയങ്കരമായിട്ട് ഈ ഒരു ഇത് വരും. നമുക്ക് എവിടെ ഒരു റെസ്റ്റ്ലെസ് ഫീൽ ചെയ്യും. ഇനി എന്തെല്ലോ എനിക്ക് ചെയ്യാനുണ്ട്. നമ്മളെ മൈൻഡ് പിന്നെ വേറെ സ്ഥലത്തേക്ക് പോകും. ഈ മൈൻഡിനെ പിന്നെ തിരിച്ചു വിളിക്കായിരിക്കും നമ്മൾ അടുത്ത ടാസ്ക്. അപ്പം യാത്ര എന്ന് വെച്ചാൽ റിയാലിറ്റിയിലേക്ക് വീണ്ടും പോകുന്നൊരു സാധനമാണ്. മൈൻഡ് ഇങ്ങോട്ട് കൊണ്ടുവരുന്നതാണ്. അതായത് നമ്മള് കിളി പോകുന്ന പറയില്ലേ, ശരിക്കും പറഞ്ഞാൽ ആ ഒരു പോക്ക് തന്നെയാണ്. ഈ ഒരു നിരന്തരമായിട്ട് ഇങ്ങനെ കണ്ടിന്യൂസ്ലി ഓരോ രാജ്യം കടന്നു പോവാണ്. നമ്മൾ ഇതുവരെ കാണാത്ത മുഖങ്ങൾ കാണാണ്, ഇതുവരെ കാണാത്ത ആൾക്കാരെ മിങ്കിൾ ചെയ്യാണ്. അപ്പം നമ്മൾ അത് തിരിച്ചു വരാൻ ബുദ്ധിമുട്ടാണ് ശരിക്കും പറഞ്ഞാൽ വരാൻ വേണ്ടിയിട്ട്. ശരിക്കും റിയൽ ആണ് ഈ പറയുന്ന ഈ സാധനങ്ങൾ. ഇതാണ് റിയാലിറ്റി. അല്ലാണ്ട് എസ്കേപ്പ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ ഓക്കെ 2 ദിവസത്തെ യാത്ര എസ്കേപ്പ് ആയിരിക്കും. 18 മാസം എടുക്കുന്ന യാത്ര എങ്ങനെ എസ്കേപ്പ് ആവും? അതാണ് റിയാലിറ്റി. അത് നമ്മളൊരു റിയാലിറ്റി കൊണ്ടുവരുന്ന സാധനമാണ്. ഇതിനകത്ത് ഒരു മെയിൻ ഘടകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് ഇത്രയും യാത്ര ചെയ്യുന്നുണ്ട്, അതിന്റെ ചെലവുകൾ ഒരുപക്ഷെ രാജി തന്നെയായിരിക്കും വഹിക്കുന്നത്. സ്പോൺസർഷിപ്പ് ഇൻസ്റ്റഗ്രാമിലൂടെ വരുന്ന ആഡുകളിലൂടെ ഞാനത് കുറെ നോക്കിയിട്ട് എനിക്ക് ചേർന്ന് മാത്രമേ എടുക്കുള്ളൂ. അങ്ങനെ ഞാൻ ഒഴിവാക്കി നോക്കുകയാണെങ്കിൽ ഇപ്പൊ 25 ലക്ഷം എന്റെ ബാങ്കിൽ ബാലൻസ് വേണം. എന്തുകൊണ്ടില്ല, ഞാൻ ഒഴിവാക്കി.
വേറൊന്നുമില്ല. അപ്പോൾ നമുക്കൊരു യാത്ര, ഒരു ട്രാവലർ അല്ലെങ്കിൽ ഓൺ റോഡ് ട്രാവലർ എന്ന നിലയ്ക്ക് നമുക്ക് ഫിനാൻഷ്യലി സസ്റ്റെയിൻ ചെയ്ത് ഒരു കരിയറായിട്ട് ബിൽഡപ്പ് ചെയ്യാനുള്ള സാധ്യതയുണ്ടോ നാജി? ഇത്രയും നാൾ യാത്ര അത് എന്നോട് ചോദിച്ചാൽ ഞാൻ ഒരിക്കലും ഒരു ബിസിനസ് മൈൻഡിലുള്ള ഒരാളല്ല. അതുകൊണ്ടാണ് എൻ്റെ യൂട്യൂബ് അങ്ങനെ ആവാൻ കാരണം. എനിക്ക് എന്നിട്ടും ആൾക്കാരത് കാണുന്നുണ്ട്. ഏകദേശം 1 ലക്ഷത്തിന് മുകളിൽ സബ് ഉണ്ട്. മറ്റേ സാധനങ്ങൾ എനിക്ക് അയക്കാൻ വേണ്ടി നിന്നിന്, പക്ഷെ അതുവരെ ഞാൻ അഡ്രസ്സ് കൊടുത്തിട്ടില്ല. കാരണം അത് ഞാൻ അതെന്നെ അതാണ്, അത് ആൾക്കാരെടുത്ത് പ്രൊഫൈൽ പിക്ചറിൽ വെക്കുന്ന സാധനം എൻ്റെ കഴുതിൽ ഞാൻ വാങ്ങിയിട്ടില്ല. കാരണം ഞാനൊക്കത് അവിടെ എത്തുമ്പോഴത്തേക്ക് ഇതെനിക്ക് വേണ്ടിയുണ്ടോ അങ്ങനെ ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ എനിക്കത് എനിക്കൊരിക്കലും എൻ്റെ യാത്ര എനിക്ക് കച്ചവടം ചെയ്യാൻ പറ്റൂല. അതുകൊണ്ടാണ് ഞാൻ യൂട്യൂബിൽ ഇട്ടിട്ട് അത് ഒന്നും ചെയ്യാത്തത്. കാരണം ബ്ലോഗർ ആയി കഴിഞ്ഞാൽ നമുക്ക് യാത്ര ആസ്വദിക്കാൻ പറ്റൂല. ഇപ്പം ഈ പറഞ്ഞ 2% ഇല്ലേ, അത് 98 പോസ്റ്റ് ചെയ്തിട്ട് 2 മാത്രമേ എനിക്ക് അനുഭവിക്കാൻ പറ്റുള്ളൂ ആസ് എ ബ്ലോഗർ ആണെങ്കിൽ. ഇതിപ്പോൾ അതല്ലാത്തതുകൊണ്ട് 98 ഇപ്പം എൻ്റെ കയ്യിലുണ്ട്, 2 നിങ്ങളുടെ കയ്യിലുണ്ട്. ഒരു വ്യത്യാസമുണ്ട്. അത് ശരിക്കും ഞാനൊരിക്കൽ വ്ളോഗ് ചെയ്തിരുന്നു. അപ്പം നമുക്ക് ഈ വ്ളോഗ് ചെയ്യുന്ന ഒരു പ്രഷറുണ്ട്. അതായത് ഇത് ഷൂട്ട് ചെയ്യണം, അത് ചെയ്യണം, പിന്നെ കറക്റ്റ് ഷൂട്ട് ചെയ്തോ, നമ്മൾ ഫാക്ട്സ് ആണോ കൊടുക്കുന്നത്, ആ പ്രഷർ ഇല്ലാതെ യാത്ര ചെയ്യുക എന്ന് പറയുന്നത് അതിന്റെ സുഖം വേറെ. അതാണ്, ഒരു ക്യാമറ 24 കയ്യിൽ പിടിച്ചാൽ പിന്നെ നമ്മളിതിന് യാത്ര വീട്ടിലിരുന്ന പോലെ, വീട്ടിലിരുന്നിട്ട് എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്താൽ പോരെ. അങ്ങനെയല്ലല്ലോ. നമ്മൾ ഈ ആൾക്കാർക്കെല്ലാം സമയം കൊടുക്കുക ചെയ്യുന്നത്. നമ്മൾ സമയമാണ് നമ്മൾ കണ്ടുമുട്ടുന്ന ആൾക്കാർക്ക് കൊടുക്കുന്നത്. എൻ്റെ യാത്ര മുഴുവനും പൂർത്തിയാക്കിയത് ഞാൻ കണ്ട നല്ല മനുഷ്യന്മാരാണ്. അതായത് ഈ പണ്ടത്തെ ഓൾ ഇന്ത്യ ട്രിപ്പ് മുതൽ ഇപ്പം ഞാൻ ഇവിടെ ഈ ഒരു സെറ്റിൽ വന്നിരിക്കുമ്പോൾ നിങ്ങൾ പോലും അതിലൊരു ഭാഗമാണ്. കാരണം ഞാൻ ഇതുവരെ നല്ല ആൾക്കാർ മാത്രമേ കണ്ടു. എത്ര തന്നെ മോശം ആൾക്കാരും എൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ ഞാൻ ബീഹാറിൽ, അതായത് ഓൾ ഇന്ത്യ കഴിഞ്ഞിട്ട് ആനന്ദ് മഹീന്ദ്ര വിളിച്ച സമയത്ത് INB ട്രിപ്പ് പോയി. അവരുടെ ടീം പറഞ്ഞിട്ട് ഒരു 6 മാസം യാത്രയാണ്. അതിൽ ഞാൻ ബീഹാർ പോയി പോയി രാത്രി ഡ്രൈവ് ചെയ്യുന്നത്. ബീഹാറിൽ രാത്രി ഡ്രൈവ് ചെയ്തപ്പോൾ എൻ്റെ വഴി തെറ്റി. അപ്പം ഞാൻ എന്തൊക്കെയാ, അവിടെ ഒരു പോലീസ് വണ്ടിയുണ്ട്. ഞാൻ പറഞ്ഞു ഞങ്ങൾക്ക് പോകേണ്ടത് പട്നയിലാണ്, അതേതാ വഴി, ഏതാ വഴി. അപ്പം അയാൾ ചോദിക്കാണ് ആപ്പ് യഹാ ക്യൂ ആയാ. ഞാൻ പറഞ്ഞേ ഇയാളെന്ന് ഇങ്ങനെ ചോദിക്കുന്നത്. ഞാൻ പറയാം നിങ്ങൾ അങ്ങനെ പറഞ്ഞേ, ഇവിടെ ആരും അങ്ങനെ രാത്രി പുറത്തിറങ്ങൂല, പ്രത്യേകിച്ച് നിങ്ങളൊരു ലേഡിയാണ്, നിങ്ങൾ രാത്രി ഒരിക്കലും യാത്ര ചെയ്യാൻ പാടില്ല, ബീഹാറിൽ ആരും വരാത്ത സ്ഥലമാണ്. ഞാൻ പിന്നെ ഡ്രൈവ് ഇങ്ങനെ പോകുന്ന സമയത്ത് ഏകദേശം 1 മണിയായിട്ടുണ്ടാവും. ഞാനും എൻ്റെ വണ്ടിയും മാത്രം റോഡ് മേലുള്ളൂ, അതൊരു ഹൈവേ ആണ്. അപ്പോൾ ഒരു ബ്ലാക്ക് സ്കോർപ്പിയോ ഇങ്ങനെ എൻ്റെ ബാക്കിൽ ഇങ്ങനെ വന്ന്, അപ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഞാൻ കുറേ സൈഡ് കൊടുക്കേണ്ട ആവശ്യമില്ല, 3 ലൈനിലെ റോഡാണ്. അപ്പോൾ ഇയാൾ ഈ ലൈനിൽ കയറുന്നില്ല, ഇയാൾ എൻ്റെ ബാക്കിൽ തന്നെ വെച്ച് ഇങ്ങനെ പിടിക്കാം. പിന്നെ കുറച്ച് സൈഡ് കഴിഞ്ഞപ്പോൾ ഇയാൾ എൻ്റെ റൈറ്റ് സൈഡിലേക്ക് വന്നു. എൻ്റെ ഇങ്ങനെ ഏകദേശം അപ്പം ഞാനും സ്ലോ ആക്കി. അപ്പം അയാൾ സ്ലോ ആക്കും, ഞാനും സ്ലോ ആക്കും. കട്ടക്ക് രണ്ടാളും ഇങ്ങനെ പോവാണ്. അപ്പോൾ ഒരു 10 മിനിറ്റ് അയാൾ ഇപ്പുറത്ത് വന്നു, 10 മിനിറ്റ് ഇപ്പുറത്ത് വന്നു, 10 മിനിറ്റ് ബാക്കിൽ വന്നു, 10 മിനിറ്റ് ഫ്രണ്ടിൽ വന്നു. അതാ ആരാന്ന് അറിയാൻ വേണ്ടി. അപ്പോൾ അവസാനം എന്താക്കി, പിന്നെ ഞാൻ എന്താക്കി, ഇയാൾ ഫ്രണ്ട് പോയപ്പോൾ ഇയാൾ ബാക്ക് വെച്ച് ഇങ്ങനെ പിടിച്ചു പോയി. മറ്റേ ലൈറ്റ് അടിച്ചിട്ട് ഇങ്ങനെ, അയാൾ വിചാരിക്കേണ്ട അയാൾക്ക് മാത്രമേ അറിയുള്ളൂ എന്നുള്ളത്. അപ്പോൾ അയാൾ എന്താക്കി കുറച്ച് സൈഡിലേക്ക് നിർത്തിയില്ല, സ്ലോ ആക്കിയപ്പോൾ ഞാൻ ഗ്ലാസ് കാത്തിട്ട് ഞാൻ ഇങ്ങനെ വെച്ചു. അപ്പം ഞാൻ കണ്ടത് ഒരു കൂളിംഗ് ഗ്ലാസ് വെച്ചിട്ട്, ഇപ്പം നട്ടപ്പായ കൂളിംഗ് ഗ്ലാസ് വെക്കണേ അയാൾ ഏത് മനുഷ്യനാണ്, കൂളിംഗ് ഗ്ലാസും വെച്ചിട്ട് ഒരുത്തൻ ഇങ്ങനെ നോക്കുകയാണ്. പിന്നെ ഞാൻ ഇങ്ങനെ ആക്കിയ സമയത്ത് പിന്നെ അയാൾക്ക് തിരിഞ്ഞ് ചിലപ്പം അയാളെക്കാട്ടും മാളത്തിൽ എന്തോ ചൊല്ലില്ലേ, പിടിച്ചതാണോ മാളത്തിലെന്നോ അങ്ങനെ എന്തോ അതുപോലെ തോന്നിയപ്പോൾ പിന്നെ അയാളങ്ങ് പോയി. അതായത് നമ്മൾ ആ സമയത്ത് ഞാൻ പേടിച്ചെന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾക്ക് എന്നെ എന്ത് വേണമെങ്കിലും ചെയ്യാം. നമ്മളൊരിക്കലും പേടി പുറത്ത് കാണിക്കാൻ പാടില്ല. ഉള്ളിൽ എത്ര പേടി ഉണ്ടെങ്കിലും പുറത്ത് നമ്മൾ കൂളായിരിക്കണം. അതൊരു വാല്യുബിൾ ടിപ്പാണ്. ഈ ഇത്രയും അച്ചീവ്മെൻറ്റ്സിൽ ഏറ്റവും വലിയ അച്ചീവ്മെൻ്റ് എന്ന് കരുതുന്നത് എന്താണ് നാജി പേഴ്സണലി? കാരണം ഒരു നോർമൽ ഒരു ലൈഫ് സ്റ്റോറിയേ അല്ല. 5 കുട്ടികൾ, അവർ ഒരു വീട്ടമ്മയായിട്ട് നിന്നിട്ട് പെട്ടെന്ന് ഒരു ദിവസം ഇങ്ങനെ ഒരു ചേഞ്ച്, ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാവാൻ, അതിൽ നിന്ന് ലൈഫ് വേറൊരു വഴിയിലൂടെ തന്നെ അങ്ങ് പോവുകയാണ്. അതിലെനിക്ക് തോന്നുന്നത് ഞാൻ ഈ യാത്രയിൽ കണ്ടുമുട്ടിയ ആളുകൾ തന്നെയാണ്. അതിലപ്പുറത്തേക്ക് നമുക്ക് ഒന്നും പറയാനില്ല. കാരണം ഞാൻ ഈ യാത്ര കൊണ്ട് കുറേ കടങ്ങൾ ഉണ്ടാക്കി വെച്ച, ഞാൻ അങ്ങനെ ഒന്നും സമ്പാദിച്ചിട്ടൊന്നുമില്ല. കാരണം സമ്പാദിക്കണ മൈൻഡിലല്ലല്ലോ നമ്മൾ യാത്ര ചെയ്യുന്നത്. നമ്മളെ പിന്നെ അത് മുറാദ് എന്ന് പറഞ്ഞാൽ ആഗ്രഹം അല്ലേ, ദിൽക്കി മുറാദ്, ഹിന്ദി അറബി ഏകദേശം ഒന്നാന്ന് തോന്നുന്നു. ഓക്കെ, പക്ഷെ നമ്മൾ വെച്ചാൽ ഓരോ സ്ഥലത്ത് എത്തിപ്പെടുക, ആൾക്കാരെ മിങ്കിൾ ചെയ്യുക, പിന്നെ ഇതിങ്ങനെ കടന്ന് പോവുക. ഇന്നൊന്ന് കടന്നു പോയാൽ മതി, നാളെ എവിടെ എത്തും ചിന്തിക്കുന്നില്ല, ഇന്ന് എവിടെ എത്തുന്ന അവിടെ. അതാണ് ഈ ഒരു റോഡ് ട്രിപ്പിൻ്റെ ഒരു മൂഡ്. അല്ലാണ്ട് ഇത്ര ദിവസം കൊണ്ട് ഇത്ര സ്ഥലങ്ങൾ തപ്പി പിടിക്കണം അങ്ങനെയൊന്നുമില്ല. കാരണം നമുക്ക് ഫ്ലൈറ്റിന് ടിക്കറ്റ് ഇല്ല, നമ്മൾ വണ്ടിയിൽ എണ്ണടിച്ച് പോവാണ്. നിർത്തണമെങ്കിൽ നിർത്താം, ഇരിക്കണമെങ്കിൽ ഇരിക്കാം, ഉറങ്ങണമെങ്കിൽ ഉറങ്ങാം. അപ്പോൾ ഈ കണ്ടുമുട്ടിയ വ്യത്യസ്ത ആളുകൾ, ഞാൻ തുർക്കി പോയ സമയത്ത് അവിടെ ഒരു വില്ലേജ് ഉണ്ട്, ഗൊരിസുൻ. അവിടുത്തെ ആളുകൾ ഇപ്പോഴും വിസിലാണ് സംസാരിക്കുക, പക്ഷികളുടെ ഭാഷയിൽ.
ഇപ്പം നമ്മളിങ്ങനെ നിലാക്കുമ്പോൾ നീ എന്താ ചായ കുടിച്ചോ സുഖാണോ ഇതാണ്. അത് ഞാൻ കണ്ടുപിടിച്ചിട്ട് അവിടെ മലൻ്റെ മുകളിൽ കയറി അടുത്തൊരു മൂപ്പനുണ്ട്. ആ മൂപ്പൻ്റെ വീട്ടിൽ പോയി അയാളെ വീട്ടിലേക്ക് കൊണ്ടുപോയി. ഒരു ദിവസം 2 ദിവസം അവിടെ താമസിച്ച് ഇവർ മുഴുവൻ ഇങ്ങനെ ഈ പക്ഷേ ഇങ്ങനെ വിസിലില്ലേ, വിസിലിനാണ് വിസിൽ വില്ലേജ് എന്നാ പറയുക. യൂട്യൂബിൽ കുറേ യൂറോപ്യൻസിൽ അതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്. അവിടെ പോയപ്പോഴാണ് ഞാൻ അറിയുന്നത് ശരിക്കും പറഞ്ഞാൽ സംസാരിക്കാൻ ഭാഷൻ്റെ ആവശ്യമില്ല എന്ന്. ഇതെങ്ങനെ പറയുന്നത്? ഇവർ പറയാണ് എൻ്റെ മോളടെ പോയാൽ ഇന്ന് സ്കൂളിൽ പോയി ചായ കുടിച്ചോ, നമ്മൾ പറഞ്ഞ സാധനമാണ് ഇവരിങ്ങനെ ഫൂ എന്നിട്ടിങ്ങനെ പറയുന്നത്. അതും എത്രയോ ദൂരത്തുള്ള ആൾ, താഴ്വരയുള്ള ആൾക്കാർ ഈ മോളുള്ള ആൾക്കാർ സംസാരിക്കുക ഇങ്ങനെയാണ്. കാരണം അവിടെ വേറെ വണ്ടികളും ഒന്നുമില്ല. അപ്പോൾ ഇവരെത്ര ദൂരത്ത് നിന്ന് ഇവർ നിട്ടല്ല താഴേക്ക് വെക്കും. ഇവിടുന്ന് ഇങ്ങനെ നാക്കി അവിടുന്ന് ആൾ ഞാൻ അവിടെ ഉണ്ടെന്ന് അറിയില്ലേ, അതുപോലത്തെ ഒരു സാധനം ആടുന്ന് ഇങ്ങോട്ടേക്ക് വരും. അങ്ങനെയെല്ലാം അതെല്ലാം തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ ലക്ഷറി. ഞാൻ നേടിയത് ഇതെല്ലാം തന്നെയാണ്. ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്, സ്ത്രീകൾ എന്തുകൊണ്ട് യാത്ര ചെയ്യണം? സ്ത്രീകൾ ഏറ്റവും അധികം മടിക്കുന്ന യാത്ര ചെയ്യുന്നത് കുട്ടികളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. പക്ഷെ അത് ഒരാളെ മൈൻഡ് സെറ്റാണ്. ഇപ്പം എല്ലാവർക്കും ഇപ്പം നമ്മൾ പറയും നമുക്ക് കുറേ യാത്രയുടെ ആഗ്രഹമാണ്, നമുക്ക് പോകണം എന്നല്ല ആൾക്കാർക്ക് ഈ പറച്ചിലേ ഉള്ളൂ. പക്ഷെ ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ മൈൻഡ് ചേഞ്ച് ചെയ്യും. ഈ നല്ല സ്ട്രോങ് മൈൻഡിലുള്ള ആൾക്കാർക്ക് മാത്രം ഇതിൽ പിടിച്ചു നിൽക്കാൻ പറ്റും. കാരണം 1-2 ദിവസം പോകുന്നതല്ല. ഇപ്പം യാത്ര എന്ന് പറഞ്ഞാൽ ഒന്നുമില്ലേ, ദൂരങ്ങളല്ലല്ലോ. നമ്മൾ കണ്ടുമുട്ടുന്ന ആളുകളാണ് ഒരു യാത്രനെ പൂർത്തിയാക്കുന്നത്. അല്ലാണ്ട് നമ്മൾ ഇത്ര ദൂരം എത്തി, നമ്മൾ ഇന്ന് ഇത്ര 100 കിലോമീറ്റർ ഓടി, അതല്ല. ഓടുന്നൊന്നുമല്ല. മനുഷ്യന്മാർ നമ്മൾ എത്രമാത്രം നമ്മളിലേക്ക് എടുക്കുന്നു, അതാണ് നമ്മുടെ യാത്രേൻ്റെ ഏറ്റവും വലിയ സക്സസ്. അപ്പോൾ ഈ പറയുന്ന പോലെ ആൾക്കാർക്ക് ആഗ്രഹം ഉണ്ടാവും, പക്ഷേ ഒരു അരമണിക്കൂർ കഴിഞ്ഞാൽ ചിന്ത വേക്കോട്ടേക്ക് വലിയും. അപ്പോഴും ഞാൻ പറയാണ്, ഒരു സ്ട്രോങ് ആയിട്ടുള്ള പോസിറ്റീവ് മൈൻഡുള്ള എനർജി ഉള്ള ആളുകൾക്ക് മാത്രമേ യാത്രകൾ ചെയ്യാൻ പറ്റൂ. എല്ലാവർക്കും കൊണ്ട് നടക്കുന്ന കാര്യമല്ലേ ഇത്. ഞാൻ വേറൊരു ചോദ്യം ചോദിക്കട്ടെ. ഇപ്പം ഹസ്ബൻഡ് ഇങ്ങനെ സപ്പോർട്ട് ചെയ്തില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ വീടും കാര്യങ്ങളും കുഞ്ഞുങ്ങളും അതൊക്കെ നോക്കാൻ ഒരാൾ സ്റ്റേബിളായിട്ട് അവിടെ ഉണ്ടല്ലോ, നാജി ഇങ്ങനെ യാത്ര ചെയ്തിരുന്നേ? ഓഫ് കോഴ്സ് പോയിട്ടുണ്ടാവും. കാരണം ഒരു ഭ്രാന്ത് കയറി വന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മളൊരു കാര്യം ചെയ്യണം തീരുമാനിക്കുമ്പോൾ അത് വേറൊരു കാര്യമുണ്ട്. ഞാൻ അങ്ങനെ ചെയ്യും എന്നെല്ലാം ആദ്യമേ എൻ്റെ റൂഹിനെ അറിയുന്നത് കൊണ്ടായിരിക്കാം നൗഷാദിൻ്റെ കയ്യിലേക്ക് ഞാൻ എത്തിപ്പെടുന്നത്. അല്ലെങ്കിൽ എനിക്കൊരിക്കലും അങ്ങനത്തെ ഒരാളെ കല്യാണം കഴിക്കാനോ അല്ലെങ്കിൽ ഒന്നും എനിക്ക് പറ്റൂല. പിന്നെന്ന് വെച്ചാൽ എൻ്റെ ഉമ്മ പണ്ട് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ +2 പഠിക്കുന്ന സമയത്ത് പിന്നെ കുറേ ഇങ്ങനെ എനിക്ക് എയർ ഹോസ്റ്റസ് ആവാൻ, പോലീസ് ആവാൻ ഭയങ്കര ആഗ്രഹമാണ്. അപ്പോൾ എൻ്റെ കൂടെ പഠിക്കുന്ന കുട്ടികളിൽ ഇപ്പോഴും SI ആണ്, എനിക്ക് അറിയുന്ന കുറച്ച് ആൾക്കാർ. പക്ഷെ ഉമ്മാക്ക് പോണ്ടിച്ചേരി പോയി കുറേ പഠിക്കണം നിൽക്കണം ഒരു വേണ്ടിയാ നടക്കൂല, ഒറ്റയ്ക്ക് പോകണ്ട, പേടിയാണല്ലോ. പണ്ടെല്ലാം അങ്ങനെയല്ലേ, നമ്മൾ പെൺകുട്ടികൾ പുറത്ത് പോകുമ്പോൾ ഭയങ്കര പേടിയാണ്. പക്ഷേ മംഗലം കഴിഞ്ഞ് നോക്കുമ്പോൾ ഉമ്മറിന് എവിടെ വേണമെങ്കിൽ പോയിക്കും ഇപ്പം പറയാണ്. അപ്പോൾ അണക്കുന്നത് ഉമ്മാൻ്റെ ആ ഒരു സ്ട്രോങ് മൈൻഡും കൂടിയാണ് എനിക്കിങ്ങനെ പോകാൻ പറ്റുന്നത്. ഉമ്മ ഭയങ്കര ധൈര്യശാലിയാണ്. ഉമ്മ വേണമെങ്കിൽ എവിടെ വേണമെങ്കിൽ ഒറ്റയ്ക്ക് പോകും. പക്ഷെ ഉമ്മനെ എനിക്ക് മാറി ഇപ്പോഴും 7 മണിക്ക് ശേഷം പുറത്തിറങ്ങില്ല, അതാണ് അവസ്ഥ. അപ്പോൾ ഉമ്മാൻ്റെ ആ ഒരു മൈൻഡ് സെറ്റാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. ആ ജീൻസ് ആണ് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നത്. അല്ലെങ്കിൽ ഉമ്മാൻ്റെ ആ സ്ട്രോങ് മൈൻഡോ ഒന്നും ഇല്ലെങ്കിൽ അണക്കൊന്നും നൗഷാദ് ഉമ്മയും ഇല്ലാണ്ട് ശരിക്കും പറഞ്ഞാൽ എൻ്റെ യാത്രകളൊന്നുമില്ല. അപ്പോൾ ആ ചോദ്യത്തിന് ഉത്തരം എന്ന് പറഞ്ഞാൽ എന്നെ അങ്ങനെ പഠിപ്പാക്കി പഠിച്ചത് കൊണ്ടായിരിക്കാം എനിക്ക് ഇവരെ കിട്ടിയിട്ടുണ്ടാവുക. ഇല്ലെങ്കിൽ വേറെ ഏതോ ഉമ്മാന്റെ മകളായി വേറെ ഏതോ ആളെ ഭാര്യയായിട്ട് ഞാൻ എവിടെയെങ്കിലും ജീവിക്കുന്നുണ്ടോ. നൗഷാദിൽ ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്താ നാജി? നൗഷാദ് പറയും എവിടെ വേണേൽ പൊടി ഇനി ആരും കൊണ്ടുപോകില്ല. കാരണം ഈ കോലം വെച്ചിട്ട് ഈ വർത്താനം കൊണ്ട് ആൾക്കാർ തിരിച്ച് ചെവിക്കലടിച്ചുകൊണ്ട് തിരിച്ചാണ് കൊണ്ടുപോകും. അതുകൊണ്ട് പിന്നെ എന്നെ ആരും അതെല്ലാവരും പറയുന്നതാ, ഈ വർത്താനം ഈ വായിൽ നാവും കൂടി, നമ്മൾ വായിൽ നാവും എന്ന് പറയാം, ഈ വായിൽ നാവും കൂടി ഇല്ലെങ്കിൽ ഇന്നെ പണ്ടത്തെ കാലം കൊണ്ടേക്കുണ്ടാവും. അപ്പോൾ പിന്നെ നമ്മളും കൂടി അങ്ങനെ ആകുമ്പോൾ എത്ര തന്നെ പോസിറ്റീവ് അല്ലാത്ത ആൾക്കാർ അതിലേക്ക് വരും. പിന്നെ എൻ്റെ മക്കളും കുട്ടികളെല്ലാം അതെല്ലാം എൻ്റെ കടപ്പാടിൻ്റെ ശരിക്കും പറഞ്ഞാൽ കടപ്പാട് അന്നും ഇന്നും ചോദിക്കുകയാണെങ്കിൽ കടപ്പാട് ഞാനാക്കി ഇവിടെ വരെ എത്തിച്ച അള്ളാഹിനോട്. കാരണം ഈ ഒരു 36 വയസ്സ് വരെ നമുക്ക് ആയുസ് നേടി തന്നു, ഇപ്പോൾ ഈ ഒരു ഷോയിൽ എന്നെ ഇവിടെ എത്തിച്ചത്. രണ്ടാമത് കടപ്പാട് ഒരു പെൺകുട്ടിയാണെന്ന് അറിഞ്ഞിട്ടും പോറ്റാൻ വലിയ കഴിവില്ലാഞ്ഞിട്ടും മര്യാദയ്ക്ക് നല്ലോണം വളർത്തി ഒരാളെ കയ്യിലേക്ക് പിടിച്ചു കൊടുത്ത് എന്നെ ഞാനാക്കി മാറ്റി എൻ്റെ പാരൻസിനോട്. കടപ്പാട് ഓള് എന്നുള്ള ആ വണ്ടിനോട്. കാരണം ഇത്രയും രാജ്യങ്ങൾ എൻ്റെ കൂടെ വന്ന് എന്നെ നാജി നോഷിയിൽ നിന്നും ഓളിലേക്ക് കൊണ്ടുവന്നത് എൻ്റെ ഓളാണ്. ഓളില്ലാണ്ട് ഞാനില്ല, ഓള് കൂടെയാണ് എൻ്റെ. അതുകൊണ്ട് എൻ്റെ ലൈഫിൻ്റെ അധികം മക്കളെക്കാട്ടും കൂടുതൽ ഞാൻ സ്പെൻഡ് ചെയ്തത് എൻ്റെ വണ്ടിയിലൂടെയാണ്. അപ്പോൾ അതൊരു കടപ്പാടാണ്. പിന്നെ കടപ്പാട് എന്ന് പറഞ്ഞാൽ ഞാൻ കണ്ടുമുട്ടിയ ആളുകൾ, പോയി തീർത്ത വഴികൾ, എന്താ പറയണ്ടേ, കണ്ടുമുട്ടിയ ആളുകളുടെ മനസ്സിൽ നമ്മൾ കയറി എന്നുള്ള ഒരു ചിന്ത വരുമ്പോൾ. രണ്ടാമത് കടപ്പാടെന്ന് വയ്ക്കുമ്പോൾ അതിൽ വരുന്നത് ഞാൻ തന്നെയാണ്. അതായത് ഇത്രയും കാലം ഞാനായിട്ട് ഇവിടെ വന്ന് ഇരിക്കാൻ വന്നില്ലേ, അങ്ങനെ ഇത്രയും കടപ്പാടാണ് എൻ്റെ ലൈഫിൽ ഞാൻ ഇപ്പോഴും കൊണ്ടുപോകുന്നത്. ഈ കടപ്പാടുകളൊന്നും ഇല്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ ഈ ഒരു ഷോയിൽ ഇവിടെ നിന്ന് ഇരിക്കാൻ അതിനേഷം എന്തായാലും ഉണ്ടാവില്ല. ഇപ്പം ഇത്രയും യാത്രകളിൽ നിന്ന് ഒരു ഓർമ്മ
വേറെ ഒരു ഓർമ്മയില്ലെങ്കിലും ഈ ഓർമ്മ എൻ്റെ കൂടെ എന്നും നിലനിൽക്കണേ, ഞാൻ മരിക്കുന്ന ദിവസം വരെ നിലനിൽക്കണേ എന്ന് വിചാരിക്കുന്ന ഏതെങ്കിലും ഒരു അനുഭവം, ഒരു ഓർമ്മ, ഒരു എക്സ്പീരിയൻസ്, ഒരു മൊമെന്റ് ഓഫ് ഹാപ്പിനെസ്, എന്ത് വേണമെങ്കിലും ആവാം. പറയാൻ കുറേ ഉണ്ടാവും. കാരണം ഞാൻ ഉറങ്ങി വണ്ടി ഓടിച്ചെത്തിയ ഒരാളാണ്. അധികം ചൈനയിൽ നിന്നല്ല ഞാൻ 2900 കിലോമീറ്റർ ഞാൻ 40 മണിക്കൂർ വെച്ച് പിടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിലധികവും ഞാൻ ഉറങ്ങിയിട്ടുള്ളത്. അത് ആരാണോ എന്നെ ഹെൽപ്പ് ചെയ്ത് എനിക്ക് അറിഞ്ഞൂടാ, ആ ആളിനോട് എനിക്ക് ഇപ്പോഴും കടപ്പാടുണ്ട്. അതാണ് ഞാൻ എപ്പോഴും എന്താ പറയുക ഓർമ്മിക്കാൻ ആഗ്രഹിക്കുന്നത്. ഉറങ്ങിക്കൊണ്ടാണോ അധികം ഉറങ്ങിയിട്ടാണോ? അത് ഞാൻ പറഞ്ഞില്ലേ, അതാൾ വിശ്വസിക്കൂല. എന്നെ കൊണ്ടുവന്ന ഒരു സാധനമുണ്ട്, അതിവിടെ വരെ എന്നെ നിങ്ങളുടെ മുന്നിലൊരു എത്തിക്കുന്ന ആ സാധനമാണ്. അപ്പം അതിപ്പം എൻ്റെ കൂടെ ഉണ്ട്, ഞാൻ വിശ്വസിക്കുന്നത്. അതിനോട് മാത്രമേ എനിക്ക് ഒരു നന്ദി പറയാനുള്ളൂ. അതാണ് ഞാൻ ഇപ്പോഴും ഓർമ്മിക്കുന്ന ഒരു, അത് മരിക്കുന്നവർ എൻ്റെ കൂടെ വേണം ആ ഒരു സാധനം. അതെനിക്ക് യാത്ര കിട്ടുകയാണേ, അതെനിക്ക് ഈ ഒരു യാത്ര തുടങ്ങിയ മുതൽ കിട്ടിയൊരു സാധനമാണ്. അതാണ് എന്നെ എത്തിക്കുന്നത്. അത് ചിലപ്പം ഒരു സ്പിരിച്വൽ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു സോൾ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് എനർജി ആയിരിക്കാം. എന്താണെങ്കിലും ആ സാധനം മരിച്ചു കഴിഞ്ഞാലും കബറിൽ കിടക്കുമ്പോഴും എൻ്റെ കൂടെ വേണമെന്ന് വിചാരിക്കുന്ന ഒരു സാധനമാണ്. ഐ ആം ഡാഷ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡാഷ് ഇപ്പം എങ്ങനെയാണ് ഫീൽ ചെയ്യുക? അത് പറയാൻ പറ്റൂല. കാരണം ഒരു സൂഫി ആംഗിൾ നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെയൊന്നും നമുക്ക് ശരിക്കും നമ്മൾ ഒരിക്കലും പൂർണ്ണതയിൽ എത്തുന്നില്ല. ഒന്നും ഒരു സാധനവും ഫുള്ളാവുന്നില്ല. നമ്മൾ എത്ര തന്നെ ശ്രമിച്ചാലും നമ്മൾ അതിൻ്റെ ഒരു ഹാഫിലേക്കോ ഒരു മുക്കാലിലേക്കോ പോകുള്ളൂ. പൂർണ്ണമായിട്ട് ഇതുവരെ ഒന്നിനെയും പഠിച്ചിട്ടില്ല. എല്ലാ പഠിപ്പും എനിക്ക് തോന്നുന്നത് നമ്മൾ ജീവിച്ച് കഴിഞ്ഞാലും നമ്മൾ പൂർണ്ണമാകാണ്ടാണ് ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഈ 100 വയസ്സ് വരെ മരിക്കുന്ന ഒരാൾ പോലും തലേന്ന് അയാൾക്ക് ഒരു ആഗ്രഹം ഉണ്ടാവും, നാളെ പോയി ഒരു ചായ കുടിക്കാനോ അല്ലെങ്കിൽ നാളെ പല്ല് തേച്ച് പുറത്തിരിക്കാനോ. പക്ഷെ അവിടെ കട്ടായി പോയിട്ട് നമ്മൾ മരിക്കുന്നില്ലേ, അപ്പം ആ ഒരു ആഗ്രഹം ബാക്കിയല്ലേ. അപ്പം ശരിക്കും പറയുന്നത് പൂർണ്ണതയിൽ എത്തുന്നില്ലല്ലോ. അപ്പം എനിക്ക് തോന്നുന്നത് ഈ ഡാഷ് എന്ന് പറയുന്നത് അത് അവിടെ ഫില്ലാവുന്നില്ല. അങ്ങനത്തെ ഒരു വാക്ക് എൻ്റെ ഇതിൽ നിങ്ങൾ എൻ്റെ കാര്യത്തിൽ ഞാൻ എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ എനിക്കത് ഞാൻ അവിടെ ഒരു ഫുള്ളായിട്ടൊരു ഇല്ല. ഐ ആം നോട്ട് എന്താ പറയുക ഫുൾ ഇല്ല, അതവിടെ ഇല്ല. അപ്പോൾ അതിലേക്കുള്ള സാധനം ഇനി നിറയ്ക്കണമെങ്കിൽ ഇനി ഞാൻ കുറേ പോകേണ്ടി വരും. കുറേ സാധനങ്ങൾ തേടിയുള്ള യാത്രയായിരുന്നു. ഒരിക്കലും എൻ്റെ യാത്ര എനിക്ക് കിട്ടിയിട്ടില്ല, അത് കിട്ടൂല. ഇബിന് ബത്തൂത്തയും മറ്റേ ഇവരെല്ലാം പറയുന്ന കുറേ കാര്യങ്ങളുണ്ട്. യാത്രയിൽ നിന്ന് ഷാഫി ഇമാം പറഞ്ഞിട്ടുണ്ട്, യാത്ര ചെയ്യുന്ന ആൾക്കാർ മനസ്സ് ഒഴുകുന്ന പുഴ പോലെയാണ്, എവിടെയും തങ്ങി നിൽക്കില്ല. അതേസമയം ഇബിന് ബത്തൂത്ത യാത്ര ചെയ്ത് കണ്ടുപിടിച്ച വേറെയും കുറേ, ഞാൻ ഇപ്പോഴും എനിക്ക് ഇൻസ്പയർഡ് ആയ ആൾ മൂപ്പർ തന്നെയാണ്. ലോകത്തിൽ നമ്മൾ വാസ്കോ ഡ ഗാമയുടെ കഥ പറയുമ്പോൾ അതിനേക്കാളും മുമ്പേ യാത്ര ചെയ്ത ആളാണ് ഇബിന് ബത്തൂത്ത. മൂപ്പര് ഓരോ സ്ഥലങ്ങളിൽ പോകുമ്പോൾ മൂപ്പര് പുസ്തകങ്ങൾ വായിക്കുമ്പോൾ, ഞാൻ പുസ്തകങ്ങൾ എനിക്ക് ഭയങ്കര മടിയാണ് വായിക്കാൻ. പക്ഷെ ഞാൻ പലയിടത്തുനിന്നും കിട്ടിയ അനുഭവങ്ങളും ഇത് വെച്ചിട്ടാണ് ഇത് എന്താ പറയുക ക്യാച്ച് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇപ്പോഴും മനസ്സിലാക്കുന്നത്, റൂമി പറയുന്നുണ്ട്, നീ എന്താണോ തേടുന്നത് അത് നിന്നെയും തേടുന്നുണ്ട്. അത് നമ്മൾ ആ തേട്ടമാണ് ശരിക്കും നമ്മൾ കൊണ്ടുപോകുന്നത്. മൂപ്പര് പറഞ്ഞത് നോക്കുകയാണെങ്കിൽ ഒന്നും എവിടെയും ഒരു പൂർത്തീകരിച്ചിട്ട് നമുക്കൊന്നും കിട്ടുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അത് കിട്ടണമെങ്കിൽ വീണ്ടും പോകണം. അതാണ് യാത്രൻ്റെ ഗുഡൻസ്. ഏതൊരാളെയും വീണ്ടും വീണ്ടും ഈ യാത്രയിലേക്ക് എത്തിക്കുന്നത് ഒന്നും പൂർത്തിയില്ലാന്ന് തോന്നുന്ന ആ ഒരു മെന്റാലിറ്റിയാണ്. And such a lovely conversation. Thank you. Naji, thank you എനിക്ക് so തോന്നുന്നു much. ഇത് 10 മണിക്കൂർ ചെയ്ത് കഴിഞ്ഞു, പരിപാടി കഴിഞ്ഞു. ക്യാമറ ഓണല്ലേ, ഇനി പറയുകയില്ല കേട്ടോ. ഇനിയും കുറെ കഥകളാവട്ടെ. അല്ല, ഏതൊരു മുഷിച്ച ആളുകളെയും കഥ പറയാൻ പഠിപ്പിക്കുന്ന ഒരു സാധനമാണ് ഈ പറഞ്ഞ യാത്രകൾ. അതായത് നമ്മൾ ഒന്നും മിണ്ടാത്തൊരാൾ പോലും എഴുത്തിലൂടെയെങ്കിലും അത് പുറത്തേക്ക് കൊണ്ടുവരും. എനിക്ക് തോന്നുന്നു ഞാൻ ഈ യാത്രയിൽ ഞാൻ എന്താ പറയണ്ടേ, ഞാൻ ഈ പറഞ്ഞ ഈ 23 രാജ്യങ്ങളായിക്കോട്ടെ എന്താണെങ്കിലും അവിടെ പോയ മനുഷ്യന്മാരെ പേര് പോലും എനിക്കിപ്പോൾ ഓർമ്മ ഉണ്ടെങ്കിൽ അവർ എന്താണ് ഞാൻ യാത്രയിൽ നിന്ന് കണ്ടെത്തിയെന്ന് എനിക്കിപ്പോൾ എന്താ പറയുക റിയലൈസ് ചെയ്യാൻ പറ്റും. അല്ലാണ്ട് ഞാൻ ഓടിത്തീർത്ത വഴികളും കിലോമീറ്റേഴ്സ് ഒന്നുമല്ല. നാജി കഥകളെല്ലാം കുട്ടികളോട് പറയാറുണ്ടോ, ഈ യാത്രയിലെ കഥകളും ഒക്കെ? എൻ്റെ ചെറിയ താല്പര്യമുള്ള കുട്ടി ഏതാണ്? ശരിക്കും പറഞ്ഞാൽ എൻ്റെ മക്കൾക്ക് ഇത് മനസ്സിലാക്കേണ്ട മെന്റാലിറ്റി എത്തിയിട്ടില്ല. എൻ്റെ +2 പഠിക്കുന്ന ഓനിക്ക് ഇങ്ങനെ യാത്ര ചെയ്യുന്ന ആളാണ്. പിന്നെ ഓൻ്റെ സ്കൂൾ ഞാൻ ഫേമസ് ആണ്. അധികം അവരുടെ സ്കൂളിൽ ഒരു സെഷൻ വരുന്നുണ്ട്, ഒരു പിന്നെ വീക്കിലിയിൽ അവരിങ്ങനെ ഒരു സാധനം ഒരു സ്ക്രീൻ ഇതാക്കും. അവിടെ പറഞ്ഞു, അമ്മി ഇന്ന് അമ്മീൻ്റെ സ്ക്രീനാണ് സ്കൂളിൽ വെച്ചത്. ഞാൻ ഉറപ്പ് ഓടങ്ങി വെറുതെ അറിയാം. ശരിക്കും അമ്മീൻ്റെ സ്ക്രീനാണ് വെച്ചത്. നമുക്ക് കുറേ അബുദാബി സ്കൂളിലാണ് പഠിക്കുന്നത്, ആഡിസിൽ. അപ്പോൾ കുറേ മറ്റുള്ള നാട്ടിലെ കുട്ടികളുണ്ടാവും. ടീച്ചേഴ്സിന് അത് ഭയങ്കര കാര്യമാണ്. അപ്പോൾ ഞാൻ പറയാം എന്ത് കൊന്താളേ, പക്ഷേ അത് അമ്മിനെ കുറിച്ച് എപ്പോഴും ടീച്ചേഴ്സ് ഇങ്ങനെ പറയും, ഇങ്ങനെ ആയിരിക്കണം അങ്ങനെ മറിച്ചത്. ഇതിനൊക്കെ ഒരു ഉസ്താദ് എങ്ങനെ പറഞ്ഞോലോ, പിന്നെ യാത്രകൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യണം. ഞാൻ പഠിച്ചോനെ ഉസ്താദോ എന്നെ കലമ്പുണ്ട ആളാണ് എന്നോട് ഇങ്ങനെ പറയുന്നത്. അധികം ഞങ്ങൾക്ക് ഉസ്താദ് ഒരു മെസ്സേജ് അയക്കും, നമ്മൾ ആരെയും കാണില്ല, പക്ഷെ നിങ്ങളെ യാത്രകൾ ശരിക്കും നമ്മൾ പോയിട്ട് ഫീൽ ചെയ്തൊരു യാത്രയാണ്.
എങ്ങനെയാണ് ഒരു യാത്ര ചെയ്യേണ്ടതെന്നുള്ളത് നിങ്ങളതിൽ മനസ്സിലാവും. അങ്ങനെ ഒരു കുറേ മെസ്സേജും കാര്യങ്ങളെല്ലാം വരും. അപ്പോൾ എൻ്റെ കുട്ടികൾക്ക് ഇപ്പോഴും ഞാൻ എന്താ ചെയ്യുന്നതെന്ന് മനസ്സിലാക്കേണ്ട ബുദ്ധിയില്ല. എനിക്കൊന്നും അവർക്കത് മനസ്സിലാവൂലായിരിക്കും. കാരണം ബ്ലോഗർ ആണെങ്കിൽ അവർക്ക് മനസ്സിലാവും. പക്ഷെ ഞാനത് അങ്ങനെ എക്സ്പ്ലോർ ചെയ്യുന്നില്ലല്ലോ. എക്സ്പീരിയൻസ് ആണല്ലോ. അത് ഞാൻ പറയുമ്പം അവർക്ക് മനസ്സിലാക്കേണ്ട ബുദ്ധി വരുമ്പോൾ മാത്രം അവരത് മനസ്സിലാക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈയിടയ്ക്ക് ഏറ്റവും ഹാപ്പിനെസ്, ഏറ്റവും സന്തോഷം നൽകിയ എന്തെങ്കിലും ഒരു കാര്യമുണ്ടോ ഈ ഇടയ്ക്ക്? ഈ ഇടയ്ക്ക് ഇതന്നെയാണ് സന്തോഷം. ഞാൻ അങ്ങനെ സന്തോഷം മാത്രം നോക്കി നിൽക്കുന്ന ആളൊന്നുമല്ല. ഞാൻ അധികവും എനിക്ക് സങ്കടങ്ങൾ വരുത്തുന്നുണ്ട്, ദുഃഖങ്ങൾ വരുത്തുന്നുണ്ട്, പ്രശ്നങ്ങൾ വരുത്തുന്നുണ്ട്. പക്ഷെ നേരത്തെ പറഞ്ഞ പോലെ ഇതെല്ലാം കുഴച്ച് കൂട്ടി അവലും കഞ്ഞിയാക്കിയിട്ട് ആക്കുന്ന ഒരാളായതുകൊണ്ട് സന്തോഷം എന്താണെങ്കിലും ദുഃഖം എന്താണെങ്കിലും നമുക്ക് കല്ലുവല്യാണ്. അതൊന്നും ഒരു ചിന്തയുള്ളൊരു സംഭവമൊന്നുമല്ല. എന്നും ഇതുപോലെ തന്നെ ഈ പോസിറ്റീവ് എനർജി വെച്ച് മുന്നോട്ട് പോവുക. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഞാൻ എൻ്റെ യാത്രയിൽ കാണുന്നത് എക്സ്പ്ലോർ ദ വേൾഡ്, എക്സ്പീരിയൻസ് ദ പീപ്പിൾ. എക്സ്പ്ലോർ ദ വേൾഡ് ആൻഡ് എക്സ്പീരിയൻസ് ദ പീപ്പിൾ. ആ രണ്ട് സാധനം ഇല്ലെങ്കിൽ ഈ യാത്രകളൊന്നും എവിടെ എത്തൂല, നമുക്കൊന്നും പഠിക്കാനും കിട്ടില്ല. പിന്നെ നമ്മളെപ്പോഴും നമ്മളെ റൂഹ് ഉണ്ടല്ലോ, അതിന് ഹീൽ ചെയ്യണം. നമ്മളെ സുഖപ്പെടുത്താൻ നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇപ്പോൾ നമുക്ക് എന്ത് പ്രശ്നം വന്നാലും അത് നമ്മളിലേക്ക് ഇരുന്ന് കഴിഞ്ഞാൽ മാത്രമേ അതിനൊരു എന്താ പറയുക ഒരു പരിഹാരം. അല്ലാണ്ട് വേറൊരാൾക്ക് അതിന് ഒരിക്കലും മെഡിക്കേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ തന്നെ എന്നെ പാകപ്പെടുത്തി എടുത്തത് കൊണ്ടാണ് എനിക്കിങ്ങനെ ചെയ്യാൻ പറ്റും. ഇനിയിപ്പം ഞാൻ എന്നെ മൈൻഡാക്കിയിട്ടില്ലെങ്കിൽ ഞാൻ വീട്ടിൻ്റെ ഏതോ മൂലക്ക് ഇപ്പോൾ ഇരിക്കുന്നുണ്ടാവും. നമ്മൾ തന്നെ ചെയ്യണം അല്ലേ? നമ്മുടെ സ്പിരിറ്റിനെ ക്ലെൻസ് ചെയ്യണം, നമ്മൾ തന്നെ ചെയ്യണം. താങ്ക് യു സോ മച്ച് നാജി. താങ്ക് യു. അപ്പം ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു ചിന്ന ഗിഫ്റ്റ്, തേങ്ങ കൊക്കോ എന്ന ബ്രാൻഡിൻ്റെ പ്രോഡക്ട്സ് ആണ്. നമ്മുടെ ചിരട്ട കൊണ്ടുണ്ടാക്കുന്ന വെസൽസ്, യൂട്ടൻസിൽസ് ആണ് ഇതെല്ലാം. യൂസ് ചെയ്യാൻ പറ്റും. അടുത്ത യാത്രയിൽ നമ്മൾ കഞ്ഞിയും ചായയും കുടിക്കാൻ പോകുന്നതായിരിക്കും. കറക്റ്റ്. നമ്മുടെ ഓളിനകത്ത് വെച്ചോളൂ, എപ്പോഴെങ്കിലും ആവശ്യം വരും. ഞാൻ ഒന്നാമത് ഈ ഇന്റർവ്യൂവിൽ തലവെക്കാത്ത ഒരാളാണ്. കാരണം എനിക്ക് ഇങ്ങനെ എല്ലായിടത്തും പോയി തലവറ പറയുന്നത് ഇഷ്ടമല്ല. പക്ഷെ ഇത് പിന്നെ എനിക്ക് നിങ്ങളെ പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ്. അയ്യോ താങ്ക് യു. ഞാൻ ഭയങ്കരമായിട്ട് ഇൻസ്പയർഡ് ആയിട്ടാണ് ശരിക്കും. എനിക്ക് എന്താ പറയുക, ഞാനിങ്ങനെ ആലോചിക്കുന്ന സമയത്ത് ഒരാൾ എൻ്റെ മുന്നിൽ വന്ന് പ്രത്യക്ഷപ്പെടുകയാണ്, ഇതുപോലെ യാത്ര ചെയ്യുന്ന ആൾ. ഇത്രയും പേടിയുള്ളൊരു വ്യക്തിയാണ്, സോളോ ട്രാവലിന് ഒത്തിരി പേടിയുള്ളൊരു വ്യക്തിയാണ്. എന്നാൽ യാത്ര ചെയ്യാൻ ഇഷ്ടമാണ് താനും. അപ്പോൾ ഈ ഒരു ബാരിയർ, ഒരു ഗ്യാപ്പ് ക്രോസ് ചെയ്യണം. അപ്പോൾ അതിനൊരു പ്രചോദനമായി വന്നതിന് എൻ്റെ എനർജിൻ്റെ ഏതോ ഒരു സംഭവം നിങ്ങൾക്ക് ഉള്ളതുകൊണ്ടായിരിക്കും നമുക്ക് ഇത്രയും സംസാരിക്കാൻ പറ്റിയത്. ഇല്ലെങ്കിൽ അങ്ങനെ സംസാരിക്കാൻ പറ്റൂലല്ലോ. എല്ലാവരോടും നമുക്ക് അങ്ങനെ വർത്താനം പറയാൻ പറ്റൂല. നമുക്ക് വർത്താനം പറയാം, പക്ഷെ നമ്മൾ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വളരെ കുറവാണ് എല്ലാവരുമായിട്ട്. എനിക്ക് യാത്ര ഇത്ര ഇഷ്ടമുള്ളതുകൊണ്ടായിരിക്കും. അതുകൊണ്ട് ഭയങ്കര ഇഷ്ടം. എനിക്ക് നേരത്തെ പറഞ്ഞ സംഭവം ഉള്ളതുകൊണ്ടായിരിക്കും. ഞാൻ കുറേ യാത്ര ചെയ്തിട്ടുള്ളതാണ് നാജി. അത് ഇന്ത്യയിലകത്താണ്, പക്ഷെ ഞാൻ ഒത്തിരി എൻജോയ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഒത്തിരി സന്തോഷം, ഒത്തിരി സന്തോഷം. ഓക്കെ, താങ്ക് യു. എന്നാൽ പിന്നെ എല്ലാവരോടും യാത്ര ചോദിക്കുകയാണ്. ഇത് എടുത്ത് കൊണ്ടുപോകണം, ഇവിടെ തന്നെ നോക്കണം. അല്ല, ഇത് പാക്കറ്റ് തരും. വണ്ടി സ്ഥലമില്ല അതുകൊണ്ടാണ്.